ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ജനങ്ങൾ നെഞ്ചിലേറ്റിയ അനുമോൾ എന്ന് പറയുന്ന താരം വളരെ ഈസിയായി അനുമോൾ ഈ സീസണിൽ കപ്പ് ഉയർത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു അനുമോളുടെ ആരാധകർ. എന്നാൽ അത് അത്ര എളുപ്പമല്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരുപക്ഷെ കാര്യങ്ങൾ തകിടം മറിഞ്ഞേക്കാം. അത്തരത്തിലുള്ള ചില ആളുകളുടെ കടന്നുവരവാണ് ബിഗ് ബോസ് മലയാളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ നടിയും നർത്തകിയും പ്രമുഖ മോഡലുമായ പ്രമുഖ മത്സരാർത്ഥിയായിരുന്ന നമ്മളെല്ലാവരും നെഞ്ചിലേറ്റിയ രേണുസുതിയുടെ ചില വെളിപ്പെടുത്തൽ. നമുക്കറിയാം, രേണുസുതിക്ക് വലിയ സപ്പോർട്ടുള്ള താരമാണ്. താരത്തിന്റെ ഇപ്പോഴത്തെ ഈ ഒരു വെളിപ്പെടുത്തൽ അനുമോൾക്ക് സാരമായ രീതിയിൽ ദോഷം ചെയ്യും. ജനങ്ങൾ നെഞ്ചിലേറ്റ് ബിഗ് ബോസിലോട്ട് കയറ്റിവിട്ട പ്രമുഖ നടിയും നർത്തകിയും ഗായികയും മോഡലും എയർ ഹോസ്റ്റസും എഞ്ചിനീയറും നഴ്സും ഫാമിലി ബ്ലോഗറുമായ രേണുസുതി അവിടെ ചെയ്തത് എന്തായിരുന്നു? ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും ഇരിക്കൂ. ഈറ്റ് 5 സ്റ്റാർ, ഡു നത്തിങ്. അതെ, കേവലം 5 സ്റ്റാറിന്റെ അംബാസിഡറായി മാറിയ രേണുസുതി പുറത്തിറങ്ങിയതിനു ശേഷം അതല്ല കളികൾ വലിയ രീതിയിൽ കളി മാറിയിരിക്കുന്നു. കൂടുതൽ ശക്തി പ്രാപിച്ച് റീൽസിന്റെ താരമായി റീൽസ് ഭരിക്കാൻ നടി വീണ്ടും എത്തിയിരിക്കുന്നു. ഇന്നലെ നടിയുടെ ആദ്യത്തെ, അതായത് ബിഗ് ബോസിന് ശേഷമുള്ള ആദ്യത്തെ സ്റ്റേജ് പ്രോഗ്രാം ആയിരുന്നു. എന്താണ് കണ്ടത്? എന്റെ ഏറ്റവും വലിയ സംശയം, ഈ പ്രമുഖ നടി ബിഗ് ബോസിൽ 5 സ്റ്റാറിന്റെ അംബാസിഡറായി ഒന്നിനും മേലാതെ കിടക്കുന്ന നമ്മൾ കണ്ടതാണ്. ഈ ഒരു താരത്തിന് ഇത്രയും അധികം എനർജി കിട്ടുന്ന എവിടുന്നാണ്? പുറത്തിറങ്ങുമ്പോൾ താരത്തിന് എങ്ങനെയാണ് ഇത്രയും അധികം സ്റ്റാമിന വരുന്നത്? താരത്തിന് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ താരത്തിന്റെ ഉടുപ്പിന്റെ അടിയിൽ വല്ല പഴുതാരെ വല്ല പിടിച്ചിടുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു എന്തോ എനർജി ഡ്രിങ്ക് താരത്തിന് കാര്യമായ രീതിയിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു മാറ്റം എന്തുകൊണ്ട് താരത്തിന് ഉണ്ടാവില്ല? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ കമന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. അത്രമാത്രം എനർജി ഉണ്ടാകുന്നു. എനിവേ, പുറത്തിറങ്ങിയ താരം നിർണായകമായ ചില വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു. എന്താണത്? വരട്ടെ. വീക്കെൻഡ് എപ്പിസോഡില് ലാലേട്ടൻ വന്നപ്പോ എടുത്തു പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ നാണം കെട്ട ഒരു പരിപാടി ഈ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും മോശപ്പെട്ട ഒരു കാര്യം, ഒരു ആരോപണം ഉന്നയിച്ചത് അനുമോളായിരുന്നു. ജിസേലും ആര്യനും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചും പല അഭിപ്രായങ്ങൾ കാണിച്ചിട്ടൊക്കെ ആയിരുന്നു അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ചേച്ചി അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ തോന്നിയിട്ടെങ്കിലും? എനിക്ക് കണ്ടിട്ടില്ല, തോന്നുന്നു. കാരണം അവര് നല്ല ഫ്രണ്ട്സ് ആണ്. ഞാൻ രണ്ടുപേരോട് ചെന്നിട്ടുണ്ട്, രണ്ടുപേരും നടക്കിയെന്നിരിക്കും, രണ്ടുപേരോടും നല്ല ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് അറിയാലോ, അതിന്റെ മൂല്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. സൗഹൃദം അല്ലേ? അതെ. അതിനെപ്പറ്റി നമ്മൾ എന്ത് പറയാനാണ്? അതായത് താരം പറയുന്നത് ജിസയിലും ആര്യനും, അതായത് ഈ സീസണിൽ കാമക്കടുകയാണെന്ന അനുമോളും വലിയൊരു വിഭാഗം ആളുകളും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജിസയിലും ആര്യനും തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുമ്പോൾ തീർച്ചയായും നമ്മുടെ പ്രമുഖ താരം ഫ്രണ്ട്ഷിപ്പിന് വലിയ വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. താരത്തിന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽപ്പെട്ട പ്രതീഷ് എന്ന് പറയുന്ന പകയൻ, കോഴിക്കോട് ദാസേട്ട, അങ്ങനെയുള്ള താരങ്ങളുമായുള്ള താരത്തിന്റെ ഫ്രണ്ട്ഷിപ്പ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട്ഷിപ്പിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന താരത്തിന് ഇതൊരു ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെ തോന്നിയേക്കാം. അല്ല, താങ്കൾ അവിടെ 5 സ്റ്റാറിന്റെ അംബാസിഡർ ആയിരുന്നല്ലോ, താങ്കൾക്ക് ഇതൊക്കെ വ്യക്തമായി ഒരു പക്ഷേ കാണാൻ സാധിച്ചിരുന്നിരിക്കാൻ. ചുമ്മാ കിടക്കുമായിരുന്നല്ലോ. എന്താണ് താങ്കൾ കണ്ടത്? എന്തെങ്കിലും കണ്ടിരുന്നു? ഇന്ന് പറയുന്ന കണ്ടു എന്നാണ് എന്നോട് പറയുന്ന കണ്ടു, ഞങ്ങളെല്ലാം പറയുന്ന കണ്ടു. ലാലേട്ടൻ അത്രയും പറഞ്ഞിട്ടും അനുമോള് പറയുന്നത് ഞാൻ കണ്ടു എന്നുള്ളത് ഉറച്ചു നിൽക്കുകയാണ്. നമ്മൾ എന്ത് പറയാനാണ് അതിനകത്ത്? അവര് കണ്ടു നമ്മൾ കണ്ടിട്ടില്ല, ക്യാമറയും കണ്ടില്ല. അവര് കണ്ടു എന്ന് പറയുന്ന അവരുടെ ഇതായിരിക്കും, അവര് പറയട്ടെ. ഈ കാര്യം ഇത്ര പബ്ലിക്കായിട്ട് വിളിച്ചു പറയുന്നത് ഭയങ്കര നല്ലതാണെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു കാര്യം എത്രയും പേര് കണ്ടിട്ടില്ല, ക്യാമറ. അല്ലെങ്കിൽ ഒരു പ്രായപൂർത്തിയായ ചെക്കനും പെണ്ണും അവരുടെ പേഴ്സണൽ കാര്യമാണ്, അവർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അവനും പറയുന്നുണ്ടല്ലോ, അല്ല ആര്യനും പറയുന്നുണ്ട്. ഇവർക്കെന്താ അതിൽ കയറി ഇടപെടേണ്ട ആവശ്യം അനുമോൾക്ക് ഉണ്ടായിരുന്നില്ല. ചേച്ചിക്ക് അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയോ? വെറുതെ ഇത്രയും പേര് പറയുമ്പോ, അല്ലെങ്കിൽ വെറുതെ എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ? അവര് തന്നെ പറയുന്നുണ്ട് ഇവർക്കൊരു ലൈഫ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും നാളും മിണ്ടായിരുന്നത്. പിന്നെ മിണ്ടായിരുന്ന പറയാം. തീർച്ചയായും അനുമോൾ ഫാൻസിനും അനുമോൾ ആർമിക്കും അനുമോൾക്കും വലിയ രീതിയിലുള്ള കോട്ടം പ്രമുഖ നടിയുടെ ഈ ഒരു പ്രസ്താവന കൊണ്ടുണ്ടായേക്കാം. സോഷ്യൽ മീഡിയ നെഞ്ചിലേറ്റിയ ജനലക്ഷങ്ങളിൽ ഇമ്പാക്ട് ചെലുത്താൻ സാധിക്കുന്ന ഒരു പ്രമുഖ താരം ഈ രീതിയിൽ അനുമോളെ തള്ളിപ്പറയുമ്പോൾ തീർച്ചയായും അത് ജനങ്ങൾ നെഞ്ചിലേറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അല്ല, താങ്കളുടെ ഹൈജീനെ പറ്റിയും തലയിൽ പേനാണെന്നൊക്കെയുള്ള രീതിയിൽ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണോ ഇപ്പോൾ ഈ ഒരു തരത്തിൽ അനുമോളെ ഇകഴ്ത്തുന്നത്?
എന്താണ് പേരിന്റെ വിഷയത്തിൽ ആക്ച്വലി എന്താണ് സംഭവിച്ചത്? പേനായിരുന്നു അത്? ഇവിടെ വന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ തന്നെ ടിഷ്യൂ പേപ്പർ എടുത്ത് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എനിക്ക് മനസ്സിലായില്ല. നോക്കിയപ്പോ തന്നെ ഇവിടുന്ന് ഇങ്ങനെ ഈ താരനും കാര്യങ്ങളൊക്കെ ഈ എക്സ്റ്റൻഷന്റെ ഇതൊക്കെ ഞാൻ ഈ കുഞ്ഞു ചീപ്പ് കൊണ്ട് ചെയ്യണം. നമ്മൾ വലിയ ചീപ്പ് എടുത്താണ് ചെയ്യേണ്ടത്. അതും പറയാനുണ്ട്. എനിക്ക് എക്സ്റ്റൻഷൻ ചെയ്തതേ ഉള്ളായിരുന്നു, കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പം എനിക്ക് നമുക്ക് ഏഴിന്റെ പണി അടിച്ച് നമ്മുടെ സർവ്വ ഷാമ്പൂ സാധനങ്ങളെല്ലാം അവിടെ ആയിപ്പോയി. നമ്മുടെ ഒന്നുമില്ല, ഈ കുഞ്ഞു ചീപ്പാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ എടുക്കുമ്പോ തന്നെ ചെറിയ ചെറിയ കട്ടയായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കട്ടായിരുന്നു. അപ്പൊ ഇതെടുത്തിട്ട് എന്റെ കയ്യിൽ തന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ തന്നെ നോക്കിയപ്പോ ഈ സാധനം ഞാൻ പറഞ്ഞിട്ട് ഇത് കണ്ടോടി ചൈത്യ ഇത് ഇളകി വരുന്നതാണോ. അപ്പോഴും നമ്മളിത് ഇവിടെ ആക്ഷൻ കാണിച്ചത്, ഇവിടെ അനുമോള് കഥകൾ കാണിച്ചാൽ അല്ലെങ്കിൽ ആക്ഷൻ കാണിച്ചാൽ ഞാൻ എങ്ങനെ അറിയുന്നത് ഇവിടെ പേരാണോ ഇങ്ങനെ, ഇതൊന്നും ഞാൻ കണ്ടില്ല. അപ്പൊ ഇതാണ് സംഭവിച്ചത്. അവള് കാണും, പക്ഷെ എന്നാ കണ്ട മാറ്റി നിർത്തി പറയണേ ചിന്നൂല. അവള് പൊതുവേദിന് പറഞ്ഞു ഇങ്ങനെ. അതായത് ഈ ഒരു വിഷയത്തിൽ പ്രമുഖ താരത്തിനോട് നമ്മൾ കുറച്ചൊരു നീതി പുലർത്തണം. അതായത് ഈ രീതിയിൽ സോഷ്യൽ മീഡിയ നെഞ്ചിലേറ്റിയ ജനങ്ങൾ ആരാധിക്കുന്ന ഒരു താരം ഇങ്ങനെ ബിഗ് ബോസിൽ പോയപ്പോൾ അവരെ അവിടെ വെച്ച് അനുമോൾ ഈ രീതിയിൽ ഒരു തുറന്നു പറച്ചിൽ നടത്തിയതിനുള്ള ദേഷ്യം തന്നെ ആയിരിക്കാം. തലയിൽ പേനാണ്. കാരണം നിരവധി ആരാധകരുള്ള താരമാണ്. ഒരുപാട് യുവാക്കളടക്കം നെഞ്ചിലേറ്റുന്ന ഒരു താരം ഇത്രയും അധികം വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. തല നിറയെ പേനാണെന്ന് പബ്ലിക്കായിട്ട് ലക്ഷങ്ങൾ കോടികൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ച് പറഞ്ഞതിനോടുള്ള ദേഷ്യം തന്നെ ആയിരിക്കാം. വലിയ ഇടി തന്നെയാണ് താരത്തിന് അതുകൊണ്ട് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ താരം ഈ രീതിയിൽ അനുമോളെ തള്ളിപ്പറയാനുള്ള കാരണമെന്ന് ഒരുപക്ഷെ അനുമോൾ ഫാൻസ് വാദിച്ചേക്കാം. ഇനിവേ നമുക്കറിയത്തില്ല സത്യം എന്താണെന്ന്. എന്നാൽ ഏറ്റവും ഒടുവിൽ പ്രമുഖ നടി അനുമോളെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. അത്തരത്തിലുള്ള കാമകേളികൾ ഒന്നും നടന്നിട്ടില്ല. കാമക്കടുവിയായി ആര്യൻ അവിടെ മാറിയിട്ടില്ലെന്നാണ് ഉറപ്പിച്ച് പറയുകയാണ് പ്രമുഖ നടി. സോ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ അനുമോൾക്ക് പ്രേക്ഷക പിന്തുണ കുറയാൻ കാരണമായേക്കാം. പഴയ രീതിയിലുള്ള കരച്ചിൽ സ്ട്രാറ്റജികളൊന്നും അനുമോൾ എടുക്കുന്നില്ല. അത് മാത്രമല്ല, അനുമോളുടെ എല്ലാമായിരുന്ന ഏറ്റവും വലിയ സ്ട്രാറ്റജി പ്ലാച്ചി ഷിയാസ് കരീം എടുത്ത് പുറത്തിട്ടതും അനുമോൾക്ക് വിനയാകുകയായിരുന്നു. ഒപ്പം തന്നെ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ എത്തിയിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഗെയിം ചേഞ്ചർ, സീസൺ 4 ഗെയിം ചേഞ്ചർ റിയാസ് സലീം എത്തിയിരിക്കുന്നു. റിയാസ് സലീം വന്നപ്പോഴുള്ള ആ ഒരു സിറ്റുവേഷൻ നോക്കുക നിങ്ങൾ. Do you have a problem talking to me? No, I don't. ഇതെങ്ങനെയാണോ ഗസ്റ്റ്? അതായത് ഗെയിം ചേഞ്ചർ പ്രധാനമായും ടാർഗറ്റ് ചെയ്യുന്നത് ലക്ഷ്മിയാണ്. നമുക്കറിയാം ലക്ഷ്മി ആദ്യം കുറച്ച് മനുഷ്യത്വരഹിതമായൊക്കെ ചില സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും സീസൺ 7 ഒരു പ്രധാന ഘടകമായി ലക്ഷ്മി മാറുന്നുണ്ട്. ലക്ഷ്മി നല്ലൊരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പക്കാ BB മെറ്റീരിയൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു LGBTQ-നെതിരെയുള്ള ലക്ഷ്മിയുടെ സ്റ്റാൻഡിനെതിരെ LGBTQ-ന്റെ ആൾക്കാരെ അണിനിരത്തുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ബിഗ് ബോസിൽ ഇന്നലെ നമ്മൾ കണ്ടതാണ് ഈ പറഞ്ഞ LGBTQ-യുടെ കല്യാണം നടത്തി കൊടുക്കുന്നു. ആദിലയും നൂറയും തമ്മിലുള്ള കല്യാണം ഒരിക്കൽ കൂടി നടത്തി കൊടുക്കുന്നു. അതിനുശേഷം വന്ന ഗസ്റ്റുകളൊക്കെ LGBTQ എന്താണ്, LGBTയെ കുറിച്ച് അറിയില്ലേ എന്നൊക്കെ ലക്ഷ്മിയെ ചോദ്യം ചെയ്യുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ LGBTQ-യും ലക്ഷ്മിയും തമ്മിലുള്ള ഒരു പോരാട്ടമായി ഈ സീസൺ മാറിയേക്കാം. മുൻകാലത്തെ സീസണുകളിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ വിസിബിലിറ്റി ലക്ഷ്മിക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അനുമോൾ ഒരുപക്ഷെ LGBTQ-നെ തെറി പറയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്ട്രാറ്റജി ഇറക്കിയില്ലെങ്കിൽ ഇനി അനുമോൾക്ക് രക്ഷയുണ്ടാവാൻ ചാൻസ് ഇല്ല. ഒരു 80 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ലക്ഷ്മി ഒരുപാട് മോളിൽ പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഗെയിം ചേഞ്ചർ റിയാസ് സലീം തന്നെ അവിടെ പോയി കഴിയുമ്പോൾ തന്നെ ലക്ഷ്മിക്ക് വലിയ രീതിയിലുള്ള സപ്പോർട്ട്. ഇപ്പൊ തന്നെ കമന്റ് ബോക്സ് നോക്കുക, അഖിൽമാരാർ അടക്കം ഒരുപാട് ആളുകൾ ലക്ഷ്മിക്ക് സപ്പോർട്ട് പറയും. അതായത് ഈ ഗെയിം ചേഞ്ചർ റിയാസ് സലീം ആർക്കെതിരെ നിൽക്കുന്നോ അവർക്ക് വലിയ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടും. ജനങ്ങൾ അവരെ ഏറ്റെടുക്കും. അതൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്മിക്ക് വലിയ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ബിഗ് ബോസിന്റെ ആൾക്കാർ ഗെയിം ചേഞ്ചറെ കൊണ്ട് ഇറക്കുന്ന രീതിയെ കണ്ടു കഴിഞ്ഞാൽ ലോകോത്തര മാസം എന്നുള്ള രീതിയിൽ വലിയ പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അതിനുശേഷം കിട്ടുന്നത് അളിയന് നല്ല തെറിയാണ് കിട്ടുന്നത്, പൂരത്തെറി. അതായത് ഗെയിം ചേഞ്ചറോടുള്ള ജനങ്ങളുടെ മനോഭാവത്തിൽ നാളിതുവരെയായിട്ടും വലിയ മാറ്റമൊന്നുമില്ല. അതിലെ നൂറയ്ക്കൊക്കെ അത്യാവശ്യം സപ്പോർട്ട് കിട്ടുമ്പോഴും ഗെയിം ചേഞ്ചറോടുള്ള ജനങ്ങളുടെ മനോഭാവത്തിൽ യാതൊരു മാറ്റവുമില്ല. ഗെയിം ചേഞ്ചർ വന്നതിന്റെ പ്രമോന്റെ അടിയിൽ വരുന്ന കമന്റുകൾ ഇതുപോലെ തള്ളക്കിവിളി കേൾക്കാൻ ഗെയിം ചേഞ്ചർക്കുള്ള ഒരു കഴിവ് അത് വേറെ ആർക്കും ഉണ്ടാവില്ല. ആ രീതിയിലുള്ള തള്ളക്കിവിളി കമന്റ് ഒന്നും വായിക്കാൻ പറ്റത്തില്ല. ആ രീതിയിലുള്ള അന്യായ തള്ളക്കിവിളിയാണ് ഗെയിം ചേഞ്ചർക്ക്. ഈ ഒരു സീസണിലെ കണ്ടസ്റ്റന്റ് പോലും അല്ല,
കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓൾമോസ്റ്റ് 90% ആളുകളും പറയുന്നത് ഗെയിം ചേഞ്ചർ കയറിയത് കൊണ്ട്, ഗെയിം ചേഞ്ചർ ലക്ഷ്മിക്കെതിരെ വന്നതുകൊണ്ട് ഞാൻ ലക്ഷ്മിക്ക് വോട്ട് കൊടുക്കുമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്ക്, അവസ്ഥ എവിടെ പോയെന്ന് നോക്കുക. ബിഗ് ബോസിന്റെ ഒരു രീതി പൊതുവെ എങ്ങനെയാണ്, അതായത് ഈ LGBTQ കുറച്ച് വലിയ രീതിയിൽ സപ്പോർട്ട് കൊടുക്കും. ഈ സീസണെ നമുക്കറിയാം LGBTQ വേണ്ടി മാത്രം വെച്ചൊരു സീസൺ പോലെ തോന്നുന്നുണ്ട്. കാരണം LGBTQ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെ ചീത്ത വിളിക്കുക, ലാലേട്ടം വന്ന് ചീത്ത വിളിക്കുക, ഹൗസിലുള്ള എല്ലാവരും ചീത്ത വിളിക്കുക, ഗസ്റ്റായിട്ട് പോകുന്നവർ ചീത്ത വിളിക്കുക, എല്ലാവരും കൂടി അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുക. അത്രയും പാവനമായ ഒരു സംഗതിയാണ് LGBTQ. പിന്നെ കുറച്ച് വാണങ്ങൾ പുറത്തുള്ള ഈ പുരോഗമനവാദികളാണെന്ന് പറയുന്ന കുറച്ച് വാണങ്ങളുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാന്ന് പറഞ്ഞ് ഘോരഘോരം പ്രസവിക്കുന്ന വലിയ എന്തൊക്കെയോ സംഭവമാണെന്ന് സ്വയം ധരിക്കുന്ന ചില പടുവാണങ്ങളുണ്ട്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ LGBTQ ഈ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസർമാരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഓൾമോസ്റ്റ് ഒരു 90% ആളുകളല്ല 100% അത്യാവശ്യം കുണ്ടൻ പരിപാടി ചെയ്യുന്നവന്മാരാണോ എന്ന് പ്രത്യക്ഷത്തിൽ നിന്ന് നമുക്ക് തോന്നാം. അത്തരത്തിലുള്ള ഈ കലാപരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇതിന് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത്. അവരെ എതിർക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിനെ വാനോളം പേടിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഹിമാറുകൾക്ക് ഇത്തരം ചില കലാപരിപാടികൾ അണ്ടർഗ്രൗണ്ടിലൂടെ നടത്തുന്നത് കൊണ്ട് ആ ഒരു കുറ്റബോധം കൊണ്ടാണ് പ്രധാനമായും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ലക്ഷ്മി കൂടുതൽ വോട്ട് നേടി മുന്നോട്ട് പോകുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബലത്തിൽ അത് അനുമോൾക്ക് വലിയ തിരിച്ചടിയാവും. അനുമോൾ എതിരാളികളില്ലാതെ തൊട്ട് താഴെ നിൽക്കുന്ന അനീഷാണ്. ഇപ്പൊ കുറച്ചുകൂടെ കോമ്പറ്റീഷൻ മുറുകാനുള്ള സാധ്യത ഉണ്ടാകുന്നു. എനിവേ നമുക്ക് കാത്തിരുന്ന് കാണാം അനുമോളുടെ ഈ വിഷയത്തിൽ പ്രമുഖ നടിയുടെ തുറന്നു പറച്ചിലിനെ കുറിച്ചുള്ള നിങ്ങളുടെ കമന്റ്. ഒപ്പം തന്നെ ലക്ഷ്മി എന്ന് പറയുന്ന ഈ ഒരു മത്സരാർത്ഥിയെ നിങ്ങൾ നിലവിൽ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ബൈ.